ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശരിക്കും നൂറ ഹബീബ് തങ്ങളെ കുറിച്ചാണ്. നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളെ കുറിച്ചൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളെ കുറിച്ച് നമ്മൾ നല്ല വീഡിയോകൾ കണ്ടിട്ടുണ്ട്. എന്ത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടും അനുകൂലമല്ലാതെയൊക്കെ നമ്മൾ വീഡിയോകൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എന്താ വെച്ചാൽ ശരിക്കും അദ്ദേഹത്തിന് ഖുർആൻ ഓതാൻ അറിയില്ല, അല്ലെങ്കിൽ ദുആ ചെയ്യാൻ അറിയില്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അദ്ദേഹം പഠിച്ചിട്ടില്ല. അതൊക്കെ പല ആളുകളെ കൊണ്ടും വേറെ ഉസ്താദ്മാരൊക്കെ വെച്ച് ചെയ്യിക്കുകയാണ്. അദ്ദേഹത്തിന് ദുആ ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തിന് ദുആ ചെയ്യാനൊക്കെ ശരിക്കും അറിയോ? ദുആ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ദുആ ചെയ്യാം, നമുക്ക് മലയാളത്തിലും പല രീതിയിലും പല കോലത്തിലും നമ്മൾ എല്ലാം ദുആ ചെയ്യാം. പക്ഷെ ദുആ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, ഈ കേൾക്കുന്ന ആളുകൾക്കും നമുക്ക് തന്നെ ഒരു തൃപ്തി വരാണ്ടല്ലോ, അദ്ദേഹത്തിന് അറിയോ അറിയില്ല എന്നുള്ളത്. എനിക്ക് ശരിക്കും ഞാൻ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദുആയിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ദുആ ഞാൻ കേൾക്കാനായിട്ടുണ്ടായി. അപ്പോൾ ഈ ദുആ കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ദുആ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ എന്താണ് തോന്നുന്നത്? ഇദ്ദേഹത്തിന് ശരിക്കും ദുആ അറിയോ? എന്തൊക്കെയാണ് ഈ പറയുന്നതിൽ വല്ല വാസ്തവം ഉണ്ടാവും? ശരിക്കും നിങ്ങളിത് കേട്ടിട്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ള് കേട്ടോട്ടാ. കാരണം ആദ്യം ദുആ വരും, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, നല്ല ബൈത്തുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുക? നിങ്ങളൊന്ന് നോക്കി. നമ്മൾ ഇത് കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം. കാരണം എനിക്കിത് കേട്ടിട്ട് എന്താ തോന്നിയെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരിക്കും ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇതിൽ വാസ്തവമുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങളൊന്ന് ഈ ദുആയും ഇദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറയാം ഈ ഇതിൽ പിന്നെ ഈ ബൈത്തുകൾ കാര്യങ്ങൾ ടോട്ടൽ ഇതിൽ പല കാര്യങ്ങളും ഇതൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കി. നൂറാബി ആറ്റൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇതിലുള്ളത് എന്നുള്ളത് ഇതൊന്ന് കേൾക്കുന്ന വേണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പോവാൻ വീഡിയോയിലേക്ക്. എന്നും വിഷമങ്ങളാണ്, ഞങ്ങൾ വിഷമങ്ങൾക്കൊരു പരിഹാരം കാണിച്ചുകൊണ്ട് അല്ലാ മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് നീ സ്വാലിഹായ മക്കളെ നീ കൊടുക്കറബ്. വീടില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ല. അല്ലാ നീ റാഹത്ത് നൽകണയല്ല, ബറക്കത്ത് നൽകണയല്ല. അല്ലാ നിങ്ങളെ മക്കളെ നന്നാക്കണമല്ല, നിങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണമല്ല, ഞങ്ങളെ മരുമക്കള് നന്നാക്കണമല്ല, ഞങ്ങളെ പേരമക്കൾ നന്നാക്കണമല്ല. അവരെ കല്ലിനടിമയാക്കല്ലേ അല്ല, പെണ്ണിനടിമയാക്കല്ലേ അല്ല, ഫോണടിമയാക്കല്ലേ റബ്ബേ. പോയവർക്ക് മോചനം നൽകണമല്ല, കുടുംബത്തിൽ സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല. എന്തൊക്കെ വിഷമത്തോട് കൂടിയാണ് വന്നതെങ്കിൽ ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ ഇസ്സത്ത് നൽകണമല്ല, ബറക്കത്ത് നൽകണമല്ല. അല്ലാഹുവേ നൂറേ ഹബീബിന്റെ കുടുംബങ്ങൾക്ക് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണമല്ല. ചെയ്തൊരു ഉംറ സ്വീകരിക്കണമല്ല. പോയവർക്ക് നീ പോകാൻ ഭാഗ്യം നൽകണമല്ല, പോകാത്തവർക്ക് പോകാനുള്ള ഭാഗ്യം നൽകണമല്ല. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണമല്ല, സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണമല്ല. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ പോകാണ്, തങ്ങന്മാരെടുത്ത് ഉസ്താദന്മാരെടുത്ത് ഡോക്ടർമാരെടുത്ത് ഒരു പരിഹാരം കാണുന്നില്ല. അല്ലാഹു ഇവിടെ വെച്ച് ഞങ്ങൾക്കൊരു പരിഹാരം കാണിച്ചുകൊണ്ട് റബ്ബേ അല്ലാഹുവേ സമാധാനം നൽകണമല്ല. അല്ലാ ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഭർത്താക്കന്മാര് പ്രവാസികളാണ്, പേരമക്കള് പ്രവാസികളാണ്, ഉപ്പമാര് പ്രവാസികളാണ്, ആങ്ങളമാര് പ്രവാസികളാണ്. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരുത്തല്ല റബ്ബേ. പ്രവാസികളുടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണമല്ല, സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല. ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله.
നോവുണ്ടോ വീടമൂറാതുണ്ടോ ഹാജത്തടങ്ങാനുണ്ടോ ഹബീബൂരിൽ ചൊല്ലോ നീ സലവാത്തുൽ ഫാത്തിഹ അതിനാൽ തീരാത്ത കഥനമുണ്ടോ മാറാത്ത രോഗമുണ്ടോ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ ക്ഷമങ്ങളെല്ലാം മാറ്റി തീർച്ചു മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ കേട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ദുആ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നുണ്ട് അല്ലേ നമുക്ക് എന്തൊക്കെയോ ഒരു സന്തോഷം കാരണം നമുക്ക് ഒരാളുടെ ദുആ അല്ലെങ്കിൽ ഖുർആനിലെ ഓരോ ഇപ്പോൾ പല ആളുകളും ബാങ്ക് വിളിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഖുർആൻ ഓതുമ്പോഴും പല ആളുകളും പല രീതികൾ എന്താ വെച്ചാൽ കേൾക്കുമ്പോൾ നമുക്ക് അതിനൊരു സംതൃപ്തി വരാണ്ട് എന്താ വെച്ചാൽ അതിൻ്റെ ആ മന ആ അക്ഷരപ്പടവുകൾ ഇതൊക്കെ അക്ഷരപ്പടവുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം തൃപ്തിയും വരാണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദ്വായയിലും ഇദ്ദേഹത്തിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളും ആ ദ്വായയിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്നുണ്ട് അല്ലേ ഭയങ്കര ഭംഗിയുണ്ടായി കേൾക്കാൻ ആസ്വദിക്കാൻ പറ്റും നമ്മൾ ശരിക്കും ഖുർആനിലെ ഇതുപോലെ അതുപോലെ ദ്വായൊക്കെ എന്താ പറയുക ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരുപാട് സമാധാനം ഒരു ധൈര്യമൊക്കെ വരും അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ അഭിപ്രായം എന്താ പറയുക എനിക്ക് അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം കണ്ട് പോന്നോട്ടെ അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ നിങ്ങൾക്കും എനിക്കും അല്ലാഹു ആരോഗ്യം ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ എല്ലാവർക്കും ബൈ ബൈ